ഹായ് ഫ്രണ്ട്സ്, സാപ്പിയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് രണ്ട് സീരീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. രണ്ട് 18+ സീരീസാണ്, ഇന്ത്യൻ സീരീസാണ്. അത് ഏതൊക്കെ സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സീരീസ് എന്നുള്ളത് റാണ നായിഡു എന്ന് പറഞ്ഞ സീരീസാണ്. നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്തൊരു ക്രൈം ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസായിരുന്നു റാണ നായിഡു എന്ന് പറഞ്ഞ സീരീസ്. ഈ സീരീസിൻ്റെ രണ്ടാമത്തെ സീസണാണ്. 2023 ഫസ്റ്റ് സീസൺ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ സീസൺ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ സീരീസിൻ്റെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് വെങ്കടേഷ് അതുപോലെ റാണ ദഗ്ഗുബട്ടിക്കാണ് ഈ സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സീസൺ എന്നുള്ളത് ഒരു കിടിലൻ സീരീസായിരുന്നു. ഫുള്ള് എന്താ പറയുക, 10 എപ്പിസോഡുകളായിരുന്നു ഫസ്റ്റ് സീസൺ ഉണ്ടായിരുന്നത്. 18+ എന്ന് പറഞ്ഞാൽ ഫുള്ള് തെറിവിളികൾ, ഭയങ്കരമായിട്ട് റോ ആയിട്ടുള്ള ഒരു സീരീസായിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരുന്ന കാര്യങ്ങളും കിടിലൻ സീരീസായിരുന്നു. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു ഫസ്റ്റ് സീസൺ എന്നുള്ളത്. പക്ഷേ സെക്കൻഡ് സീസണിലേക്ക് വരുന്ന സമയത്ത് നേരെ ഡൗൺ ആയി പോയ പോലെയാണ് എനിക്ക് ഈ സീരീസ് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ റാണ ദഗ്ഗുബട്ടി പിന്നെ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് റാണ നായിഡു എന്ന് പറഞ്ഞ കഥാപാത്രം. അപ്പോൾ ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്ന ഫാമിലിയെ സേഫാക്കാൻ വേണ്ടി ചെയ്ത് കൂട്ടുന്ന സംഭവങ്ങളാണ് ഈ സീരീസിൽ പറയുന്നത്. ഫസ്റ്റ് തന്നെ മകനെ കിഡ്നാപ്പ് ചെയ്തു, പിന്നെ സ്വന്തം മകനെ കിഡ്നാപ്പ് ചെയ്യുന്നു, അവരെ രക്ഷിച്ചു കൊണ്ടുവരുന്നു. അതിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഫിക്സിങ് ആയിരിക്കും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ജോബ് എന്നുള്ളത്. അതായത് ഫസ്റ്റ് സീസൺ കണ്ടവർക്കറിയാം, രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് സോൾവ് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു സംഭവമാണ് ക്രൈം തന്നെ. അതിലൂടെ പിന്നെ തൻ്റെ ഫാമിലിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ സീരീസ് പറഞ്ഞു വെക്കുന്നത്. മൊത്തം 8 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിലുള്ളത്. ഏകദേശം 6 മണിക്കൂറിൽ കൂടുതൽ ഈ സീരീസിൽ മൊത്തം ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നുണ്ട്. ഒറ്റയിരുപ്പിന് കണ്ടുതീർക്കാറുള്ളത് ഭയങ്കര പ്രശ്നമാണ്, ഒറ്റയിരുപ്പിന് കണ്ടുതീർക്കാറുള്ളത്. പിന്നെ ആക്ഷൻ സീക്വൻസുകളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ആക്ഷൻ സീക്വൻസുകളും പെർഫോമൻസുകളായിരുന്നു ഈ സീരീസിലെ ഈ ഒരു സീസണിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു ഘടകം എന്നുള്ളത്. ഒറ്റൊക്കെ ഡൗൺ ആയിപ്പോയി എന്നുള്ളതാണ്. പിന്നെ ഭയങ്കരമായ തെറിവിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 18+ ആണ്. പിന്നെ അതുകൊണ്ട് ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സീരീസ് അല്ല റാണ നായിഡു ആണ് ഈ ഒരു സീരീസ് ഉള്ളത്. അപ്പോൾ ഒരു സമയമുണ്ടെങ്കിൽ 6 മണിക്കൂറൊക്കെ നിങ്ങളെടുത്ത് എടുക്കാനുണ്ടെങ്കിൽ കണ്ടു നോക്കാവുന്ന ഒരു സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ട്. ഇത് റെക്കമെൻഡ് ചെയ്യില്ല സെക്കൻഡ് സീസൺ. ഫസ്റ്റ് സീസൺ അടിപൊളിയായിരുന്നു എന്നുള്ളതാണ്. അടുത്ത സീരീസ് എന്നുള്ളത് രണ്ടാമത്തെ സീരീസ് സേവ് നല്ല പസംഗ എന്ന് പറഞ്ഞൊരു സീരീസാണ്. അതായത് ഒരു റൊമാൻറ്റിക് ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ടൊരു സീരീസാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 2 മണിക്കൂറും 7 മിനിറ്റ് ടോട്ടൽ ഡ്യൂറേഷൻ ഈ സീരീസിൽ വരുന്നുള്ളൂ. ആഹാ തമിഴിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സീരീസിൽ എന്താ സ്റ്റോറി എന്ന് നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ നായകനും കൂട്ടുകാരും പിന്നെ നായികയുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചതായിരിക്കും. അച്ഛൻ മരിച്ചത് എങ്ങനെ വെച്ചാൽ ഈ മദ്യം കഴിച്ച് ഓവർ ഡോസായിട്ട് മരിച്ചു പോയതായിരിക്കും. അതുകൊണ്ട് തന്നെ നായികയ്ക്ക് ഇതിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നായകനോട് പറയാണ് പിന്നെ അതൊന്നും വേണ്ട എന്നുള്ളത്. അപ്പോൾ നായകനും കൂട്ടുകാരും ഒക്കെ പിന്നെ എന്താ പറയുക, പിന്നെ നല്ല കുട്ടികളായിട്ട് വളരുകയാണ്, ഗുഡ് ബോയ് ആയിട്ട് വളരുകയാണ്. ഇതുപോലുള്ള മദ്യവും പുകവലി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ലാതെ നായികയോട് ഇഷ്ടം തോന്നുകയാണ്. നായികയോട് ഇഷ്ടം പറയാണ്. പക്ഷേ ഇഷ്ടം പറയുന്ന സമയത്തേക്ക് കുറച്ച് ലേറ്റായി പോയിരുന്നു എന്നുള്ളതാണ്. നായികയ്ക്ക് മറ്റൊരു ഇഷ്ടം ഉണ്ടാവും. പക്ഷെ അവർ കുടിക്കുകയും പിന്നെ വലിക്കുകയൊക്കെ ചെയ്യുന്ന ആളായിരിക്കും. പക്ഷെ അതുപോലുള്ള ബാഡ് ബോയ്സിനെയാണ് ഇവർക്ക് ഇഷ്ടം എന്നാണ് പിന്നെ പറയുന്നത്. അതോടുകൂടി നായകന് നിരാശാകാമുകനായല്ലോ. പിന്നെ നായകൻ ചെയ്തു കൂട്ടുന്ന കുറേ തോന്നിവാസങ്ങളാണ് സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടു നോക്കുക, സീരീസ് കണ്ടു നോക്കുക. 18+ സീരീസാണ്. പിന്നെ എനിക്ക് പെർഫോമൻസ് ഒന്നും ഓക്കെ ഫീൽ ആയിരുന്നു സംഭവിച്ചത്. പിന്നെ ഒരു എൻഗേജിങ് ഫാക്ടറായിട്ടുള്ള സംഭവങ്ങളൊന്നും ഈ സീരീസിൽ ഇല്ല എന്നുള്ളതാണ്. മൊത്തം പ്രഡിക്റ്റബിൾ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഒരു ബിലോ ആവറേജ് അനുഭവമാണ് ഈ ഒരു സീരീസ് എനിക്ക് സംഭവിച്ചത്. പിന്നെ ടൈം ഡ്യൂറേഷൻ ആകെ 2 മണിക്കൂറേ ഉള്ളൂ എന്നുള്ളതാണ് പിന്നെ ഒരു വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് ഈ സീരീസ് തോന്നിയിട്ടുള്ളത്. മറ്റൊരു പിന്നെ കണ്ടു തീർക്കാം, അത്രയേ ഉള്ളൂ. ഇൻട്രസ്റ്റിംഗ് ആയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഈ സീരീസിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സേവ് നല്ല പസംഗ എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ്. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും ഈ സീരീസിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. 18+ സീരീസാണ്, അത് മനസ്സിൽ വെച്ച് കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഈ 2 സീരീസുകൾ സേവ് നല്ല പസംഗ അതുപോലെ തന്നെ റാണ നായിഡു 2 സീരീസുകൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.